ഫ്രണ്ട്സ് അസ്സലാമലൈക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 2 ടയർ കേക്കിൻ്റെ ഒരു ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തുള്ള കേക്കാണ്. 2.5 kg വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. അപ്പോൾ 2.5 കിലോ വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് കേക്കാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് പാന് 8 ഇഞ്ചിൻ്റെ 2 പാനിലും അതുപോലെ തന്നെ 6 ഇഞ്ചിൻ്റെ 2 പാനിലായിട്ടാണ് കേട്ടോ. 2 ടൈം ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതാ ഞാനിപ്പോൾ മുകളിൽ ആ ഒരു ചെറിയ ടയർ ഫിനിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ വൈറ്റ് കളറിലാണ് കേട്ടോ. നമുക്ക് അവർ ഒരു ഡെക്കറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡെക്കറേഷൻ ആണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഡെക്കറേഷനാണ്. കാരണം എല്ലാ ഹോം ബേക്കേഴ്സിനും അധികം കിട്ടുന്ന ഒരു ഓർഡർ ആയിരിക്കും അങ്ങനത്തെ ഒരു കേക്ക് ഡെക്കറേഷൻ. അപ്പോൾ നല്ല ഇഷ്ടമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു കേക്കിന് ഞാൻ. പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ സെക്കൻഡ് ടയർ ഇതുപോലെ നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ള് നമുക്ക് വൈറ്റിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് കാര്യമായിട്ട് ഡെക്കറേഷൻസ് ഒന്നും ചെയ്യാനില്ല കേട്ടോ. അപ്പോൾ അതവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി ഞാൻ താഴത്തെ ഫസ്റ്റ് ടയർ എടുക്കുന്നുണ്ട്. അത് വന്നിട്ട് ഇതുപോലെ തന്നെ ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾക്ക് റോസറ്റ ഡിസൈനാണ് കേട്ടോ കൊടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, മുകളിൽ മാത്രമാണ് ഫിനിഷിംഗ് ആയിട്ട് നന്നായിട്ട് ക്രീം സെക്കൻഡ് കോട്ട് ചെയ്തിട്ടുള്ളൂ, ക്രം കോട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. താഴെ ആ സൈഡിലൊക്കെ നിങ്ങൾക്ക് കേക്ക് കാണുമ്പോൾ മനസ്സിലാവും ക്രം കോട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോസറ്റ കേക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ക്രം കോട്ടും അതിൻ്റെ മുകളിൽ ഫൈനൽ കോട്ടും കൊടുത്തിട്ട് അതിൻ്റെ ശേഷം നമ്മൾ റോസറ്റ വരക്കുന്ന ടൈമിൽ ക്രീം ഒരുപാടാവും കേക്കിലേക്ക്. അപ്പോൾ കഴിക്കുന്നവർക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്, ക്രം കോട്ട് ചെയ്യാറുള്ളൂ. അതിൻ്റെ മുകളിലായിട്ടാണ് റോസറ്റ ഡെക്കറേഷൻ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകൾ വശം മാത്രം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ട് താഴ്വശം കണ്ടല്ലോ കേക്കിൻ്റെ ക്രംസൊക്കെ കാണാനുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുകയാണ്. പിറ്റത്തെ ദിവസം കാലത്താണ് ഞാൻ അവർക്ക് കേക്ക് 10 മണിക്കാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ ഇതിൻ്റെ കേക്ക് എടുത്ത് വെക്കുന്നതും അതിലേക്കുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കൂൾ ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി. പിറ്റേ ദിവസം മോർണിംഗിൽ ഞാനിതാ ചെറിയ കേക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചെറിയ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് റെഡ് കളറിൽ ചെറുതെന്ന് പറഞ്ഞാൽ കടുകുമണിനേക്കാളും ചെറിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്തെ കേക്കിലേക്ക് ആവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അത് ആദ്യം ഇട്ടതിൻ്റെ ശേഷം കേക്കിലേക്ക് ഷുഗർ ബോൾസ് ഇട്ടതിൻ്റെ ശേഷമാണ് കേക്ക് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പിക്ചറിൽ കാണുന്ന മോഡലാണ് നമുക്ക് കേക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്. ഇനി ഞാൻ വൈറ്റ് നമ്മളെ വിപ്പിംഗ് ക്രീമിലേക്ക് ബർഗണ്ടി കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഞാൻ 3 പാർട്ടായിട്ട് ക്രീം മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബർഗണ്ടി കളർ നന്നായിട്ട് തന്നെ ഡാർക്ക് കളർ കിട്ടുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ലൈനായിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് അങ്ങനെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് ആ കേക്ക് അപ്പുറത്ത് നല്ല സ്റ്റാക്കായിട്ട് ഇരിക്കുന്നുണ്ട്, സ്റ്റഡിയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ക്രീമെല്ലാം കൊടുത്ത് കഴിഞ്ഞ് വരുമ്പം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഇനി ഞാനിതൊരു പൈപ്പിംഗ് കവറിലേക്ക് ആക്കിയിട്ടുണ്ട്. എടുത്തിട്ടുള്ള നോസിൽ എന്ന് പറയുന്നത് 100 N1 നോസിലാണ് കേട്ടോ. 100 N1 അല്ലെങ്കിൽ 1 M ആ ഒരു നോസിലൊക്കെ എടുത്താൽ ഈ ഒരു റോസറ്റ വരച്ചെടുക്കാനായിട്ട് പറ്റും. എല്ലാ ഹോം ബേക്കേഴ്സിൻ്റെ കയ്യിലും ഈ ഒരു നോസിൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെക്കറേഷൻ ആണിത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ ലൈനും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ക്രം കോട്ടൊക്കെ ചെയ്താലും നമുക്ക് ഈ ഒരു റോസറ്റ വരുന്ന ടൈമിൽ നമ്മളെ ക്രം കോട്ടും ഒന്നും കാണില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആർക്കും അടുക്കാത്ത ഒരു ഡെക്കറേഷൻ ആയിരിക്കും ഈ ഒരു ഡെക്കറേഷൻ. അതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്കിൽ നല്ല ഒരു എലഗൻറ്റ് ലുക്കാണ് കേട്ടോ ഈ ഒരു ഡെക്കറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ലൈന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ ചേർത്തിട്ടുള്ള ബർഗണ്ടി കളർ, ഡാർക്ക് ബർഗണ്ടി കളറിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കളർ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇനി ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് നമുക്ക് കിട്ടേണ്ടത്. ആ ഒരു ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് സെക്കൻഡ് ആ ഒരു ലൈന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അതിലും ലൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് പിന്നെ കുറച്ചും കൂടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു സെയിം പൈപ്പിംഗ് നോസിൽ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ അത്ര കണ്ട് നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നില്ലെങ്കിലും ലൈറ്റ് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് 10 മണിക്ക് ഡെലിവറി ചെയ്യുന്നതുകൊണ്ട് നമ്മളൊരു 9 മണി ആയപ്പോഴേക്കാണ് ഈ ഒരു ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തെടുക്കുന്നത്. ഡെക്കറേഷൻ ചെയ്ത് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ അതിനായിട്ട് 1 മണിക്കൂർ എന്തായാലും വേണ്ടി വരും. ഫോട്ടോ സെക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു ജോലി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ മോളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് ഓർഡർ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ നമുക്ക് ഒരാഴ്ചയല്ല 2 ആഴ്ച മുന്നേ തന്നിട്ടുള്ള ഒരു ഓർഡറാണ്. അപ്പോൾ അത് രണ്ടാമത്തെ ലൈനും ഇതുപോലെ ഫുള്ളാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ലൈനും നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കാണുന്ന ഭാഗങ്ങളിൽ നമുക്ക് ഈ ഒരു സെയിം നോസിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ചിലപ്പോൾ ഇടയിലൊക്കെ ഇങ്ങനെ വൈറ്റ് നമ്മൾ ക്രീം കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കി വന്നിട്ടുള്ള ക്രീമിലേക്ക്
പിന്നെ കുറച്ചും കൂടെ വൈറ്റ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ലൈറ്റ് കളറാക്കിയിട്ട് മുകളിലത്തെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ഈ ഒരു നമുക്ക് തന്നിട്ടുള്ള മോഡലിൽ ആ മുകൾ വശം കൂടി കവർ ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ ഞാൻ ചെറിയ ചെറിയ റോസറ്റ ഇത് വെച്ചിട്ട് തന്നെ സെയിം നോസിൽ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾക്ക് അബദ്ധം പറ്റുന്നത് മനസ്സിലാവണം. അബദ്ധം എന്ന് പറയാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു സ്പ്രിങ്കിൾസ് ഉണ്ടല്ലോ, ചെറിയ ഷുഗർ ബോൾസ്, അതെല്ലാം ഇങ്ങനെ ഒലിച്ചിറങ്ങാനായിട്ട് തുടങ്ങി കേട്ടോ. ഞാനാണെങ്കിലോ ഇവിടെ ഭയങ്കര ഡെക്കറേഷൻ ചെയ്തിട്ട് ഓരോന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. പിന്നെ നോക്കുമ്പോഴാണ് മുകളിലത്തെ കേക്കുമെന്ന് ആ മുത്തുകളൊക്കെ ഒലിച്ചിറങ്ങി വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല. എനിക്ക് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ഒരു അനുഭവം ഉള്ളത്. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് മോളെ വിളിച്ചു കേട്ടോ. മോളെ വിളിച്ചപ്പോൾ അവൾ എന്നെ ചീത്ത അറിയാണ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇതിൻ്റെ കൂടെ അവൾ പറഞ്ഞത് കേക്ക് എടുത്തുങ്ങാണ്ട് അത് എടുത്ത് കളയാനാണ് പറഞ്ഞത്. പക്ഷേ അത് എടുത്തിട്ട് കളയാൻ പറ്റില്ല, കാരണം നമ്മൾ കേക്ക് ഓൾറെഡി സ്റ്റാക്ക് ചെയ്ത് വെച്ചു. ഇനി അതെങ്ങനെ നമ്മൾ എടുക്കുക? അതുപോലെ തന്നെ ഫിനിഷിങ് ചെയ്തിട്ടുള്ള കേക്ക് ഇനി നമ്മൾ ക്രീമെല്ലാം ചെയ്ത് ലെവൽ ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് വെക്കുമ്പോഴത്തേന് ഒത്തിരി സമയം, അവർക്ക് 10 മണിക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ നമ്മൾക്കിത് തിരിച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പം എന്താ പറയുക, പെട്ടെന്ന് അവൾ എന്നെ പിടിച്ച് ചീത്ത അറിയാം കേട്ടോ, ഇതെന്താണ് ഇങ്ങനെ ആയതെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ആ മുത്ത് ഇങ്ങനെ ഒഴുകി ഒഴുകി വരികയാണ്. അപ്പോൾ എന്നോട് ചില സബ്സ്ക്രൈബേഴ്സൊക്കെ മുന്നേ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മുത്തൊക്കെ തലേ ദിവസം തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്ന ടൈമിൽ പിറ്റത്തെ ദിവസത്തേക്ക് ഒലിച്ചിറങ്ങിയിട്ടുണ്ടായിരിക്കും, അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് തലേ ദിവസം വെച്ചാലും ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ഇതാണെങ്കിൽ തലേ ദിവസം വെച്ചിട്ടില്ല, നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഈ ഒരു ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ഐഡിയ വെച്ചിട്ട് ഞാനിതിനെ വേറൊരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ചെറിയ കുഞ്ഞു പാലറ്റ് നൈഫ് എടുത്തിട്ട് അതിനെ ഫുള്ളായിട്ട് തന്നെ ഒന്ന് ഫിനിഷിങ് ചെയ്തെടുത്ത് ആ മുത്തെല്ലാം പതുക്കെ പതുക്കെ മാറ്റിയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കറക്കിയെടുത്തു. അപ്പോൾ ആ കളറൊക്കെ അതിലേക്ക് മിക്സ് ആയിട്ട് അപ്പോൾ വൈറ്റ് കേക്ക് പിങ്ക് കേക്കായി. എന്നിട്ട് അതിൻ്റെ മുകളിൽ വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സ്ക്വയർ ഡെക്കറേഷനിൽ കാണിച്ചിട്ടില്ല, പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റൊന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ കസ്റ്റമർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അവരുടെ അടുത്ത് നമ്മൾ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ അത് കുഴപ്പമില്ല, അപ്പോൾ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ ആ ബുദ്ധിമുട്ടിനല്ല, നമ്മൾ ആ ടൈമിൽ അടിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ട്, അത് ഓരോ ഹോം ബേക്കേഴ്സിനും പറഞ്ഞാൽ മനസ്സിലാവും. കാരണം നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കേക്കും തലേ ദിവസം സെറ്റ് ചെയ്ത് വെച്ച് പിറ്റത്തെ ദിവസം ഡെക്കറേറ്റ് ചെയ്ത് ആ കസ്റ്റമറിൻ്റെ കയ്യിൽ ഒരു കുഴപ്പമില്ല അത് എത്തുമ്പോഴാണ് നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് കൊണ്ടുപോയിട്ട് അവർ കഴിച്ചിട്ട് നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, അവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്, ഒരു തൃപ്തിയാണ്. പിന്നെയെന്ന് വെച്ചാൽ അവർ വരാനായിട്ട് ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, 2 മണിക്കൂറും കഴിഞ്ഞു. ഒരു മണീൻ്റെ ആ ഒരു ടൈമിലാണ് അവർ കേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കരുതി കുറച്ചും കൂടിയൊക്കെ നന്നാക്കാമായിരുന്നു എന്നുള്ള, അത്രയും സമയമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവർ കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്, ഇപ്പോൾ നമ്മളിത് 2.5 kg നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ഈ ഒരു ഹൈറ്റ് കേക്ക് ചെയ്യുന്ന ടൈമിൽ, അതുപോലെ 2 ടൈം ബേക്ക് ചെയ്ത് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒത്തിരി വെയിറ്റ് കൂടിയിട്ടാണ് കിട്ടാറ്. അപ്പോൾ ഇതാ 3 കിലോൻ്റെ മുകളിലുണ്ട് കേട്ടോ ഈ ഒരു കേക്ക് വെയിറ്റ് വരുന്നത്. അതിപ്പോൾ നമ്മൾ 1 kg കേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യം 1 കിലോ ഒന്നല്ല കേട്ടോ നമ്മളെ കേക്ക് എന്ന് വെച്ചാൽ. ഹോം ബേക്കേഴ്സിൻ്റെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ കൂടുതലിടുന്ന ടൈമിൽ 1.200 വരെ ഒരു കേക്ക് വെയിറ്റ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കട്ടെ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് വന്നിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ആണ്. നിങ്ങൾക്ക് കേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ID-യിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. പേര് ഹസ്ബീസ് വേൾഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പെരുമ്പടപ്പ്, എൻ്റെ വീട് പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിലാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്കുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.